ശബ്ദം ഓക്കെ അല്ലേ? ശബ്ദം ഓക്കെ. एक तारा കേൾക്കാമോ? കേൾക്കാം. ശ്രീനാരായണ പുരുഷോത്തമ ഗുരു തൂ സിദ്ധ ബുദ്ധ തൂ സ്കന്ദ വിനായക സവിതാ പാവക തൂ ब्रह्ममसहदयः शक्ति तू येषु पिता प्रभु तू रुद्र विष्णु तू रामकृष्ण तू रहीम तावो तू वासुदेव तू विश्वरूप तू चिदानंद हरि तू अद्वितीय तू अकाल निर्भयात्मलिंग शिव तू सविता पावक तू रहीम तावो तू. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ സന്ധ്യയിലേക്ക്. ആദരണീയനായ ഗുരുവിനും ഗുരു പരമ്പരയിലുള്ള എല്ലാ ഗുരുക്കന്മാർക്കും എല്ലാവർക്കും എൻ്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. നമ്മളിപ്പോ ബാവുൾ പാട്ടുകൾ എന്നാണ് നമ്മുടെ ടൈറ്റിലായിട്ട് വെച്ചിരിക്കുന്നത്. ബാവുൾ എന്നത് ബംഗാളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുള്ള ഗുരുക്കന്മാരുടെ കവിതകള് ഗുരുവിന്റെ വാക്ക് പാട്ടുകളായിട്ട് പാടി വരുന്ന സമ്പ്രദായത്തിനാണ് ബാവുൾ പാട്ട് എന്ന് പറയുന്നത്, അവിടെ നിന്നുള്ളത്. എന്നാൽ ഓരോ പ്രദേശത്തും ഉണ്ട് ഇങ്ങനെ ഗുരുവിന്റെ വാണി, ഗുരുവിന്റെ വാക്ക്, ഗുരുവിന്റെ കവിത പാടി വരുന്ന രീതി. അത് ഇപ്പം മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഉണ്ട്. വാമൊഴിയായി തന്നെ അധികവും ഗുരുവിന്റെ വാക്കിങ്ങനെ നമ്മളിലേക്ക് ഈ ഒരു കാലത്തിലേക്ക് എത്തിയിട്ടുണ്ട് സഞ്ചരിച്ചിട്ട്. ആ പാട്ടുകളാണ് നമുക്കതിനെ ഒരുമിച്ച് വേണമെങ്കിൽ വിസ്ഡം പോയട്രി എന്ന് വിളിക്കാം, അറിവിന്റെ പാട്ടുകൾ എന്ന് വിളിക്കാം. അപ്പൊ ഈ അറിവിന്റെ പാട്ടുകളാണ് എന്റെ സഞ്ചിയിലുള്ളത്, നിങ്ങൾക്കായിട്ട് ഇവിടെ ഈ വൈകുന്നേരം കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ ഗുരുകുലത്തില് ഇടയ്ക്കിടയ്ക്കൊക്കെ വരുമ്പം ഗുരു പാടാൻ പറയാറുണ്ട്. അപ്പൊ ഈ ഒരു ഗുരുവിന്റെ അനുഗ്രഹത്തിൽ അങ്ങനെ പാടാൻ ഉള്ള അവസരം ഉണ്ടാകുമ്പോഴൊക്കെ വലിയ സന്തോഷം തോന്നിയിട്ടുണ്ട്, വലിയ നിറവ് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കൺവെൻഷനില് ഗുരുവിന്റെ വാക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ഈ ഗുരു പാരമ്പര്യത്തിനോട് ചേർന്ന് നിൽക്കുകയും ആ വഴിക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്ന എൻ്റെ എല്ലാ
സഹോദരി സഹോദരന്മാർക്കും എല്ലാവർക്കും എൻ്റെ പ്രണാമം നിങ്ങൾ ഓരോരുത്തർക്കും പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. ഈ ആദ്യത്തെ പാട്ട് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പം ഗുരു നമ്മുടെ വീട്ടിലേക്ക് വരുവാണെങ്കിൽ ആ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാട്ടുണ്ട്. വാരി ജാവൂരെ എന്നാണ് ആ പാട്ട് തുടങ്ങുന്നത്. വാരി ജാവൂരെ ബലിഹാരി ജാവൂരെ. നമ്മുടെ ഹോമമന്ത്രത്തില് അഹമിത്യാദ്യം ജുഹോമി എന്ന് പറയുന്നത് പോലെ, എന്നെ തന്നെ ഞാൻ കൊടുക്കണമെന്ന് പറയുന്നത് പോലെ ഞാനിതാ ഗുരുവിന് തരുന്നു എന്ന് പറയാണ് വാരി ജാവൂരെ. ഇപ്പൊ ഗുരുവാണ് ഗംഗയും യമുനയും കൊണ്ടുവന്നത്. ഗുരുവിനെ കണ്ട മാത്രയിലാണ് എൻ്റെ കായം നിർമ്മലമായത്. ഗുരുവിന്റെ ദർശനത്തിലാണ് എൻ്റെ എല്ലാ കർമ്മങ്ങളും എൻ്റെ ഈ അലച്ചിലുകളും ഒക്കെ നിന്നുപോയത്. ഗുരുവാണ് എൻ്റെ ഹൃദയത്തിന്റെ താഴെ തുറന്നു തന്നത്. ഗുരുവാണ് എന്നെ അക്കരയ്ക്ക് കൊണ്ടുപോകുന്നത്. ആ ഗുരുവിനായിട്ട് ഇതാ എന്നെ തന്നെ ഞാൻ കൊടുക്കണു എന്ന് പറയുന്ന പാട്ടാണ്. ഇതിൽ പറയുന്ന ഗുരു എൻ്റെ ആംഗണത്തിലേക്ക് വന്നു എന്നാണ്. എൻ്റെ അങ്കണത്തിലേക്ക് വന്നു. അപ്പൊ ഈ ഗുരുവിന്റെ അങ്കണം ഏതാന്നുള്ളത് നിങ്ങളെപ്പോലുള്ള സാധകർക്ക് ഓരോരുത്തർക്കും പറയാനുണ്ടാവും. എന്താണ് ഗുരുവിന്റെ അങ്കണം, ഗുരു വന്ന ആ അങ്കണം എന്താണെന്നുള്ളത്. പക്ഷെ ഈ ഒരു സമയത്ത് ഇവിടെ ഈ മണല് വിരിച്ചിരിക്കുന്ന ഈ മുറ്റം തന്നെ തീർച്ചയായിട്ടും ഗുരുവിന്റെ അങ്കണാണ്. മഹാഗുരുവിന്റെ പാദം പതിഞ്ഞ ഇടമാണ്. ആ വാക്ക് സൂക്ഷിക്കുന്ന ഇടമാണ്. ഗുരുക്കന്മാരുടെ വാണി സദാ ആ അറിവിനെ ഓർമ്മപ്പെടുത്തുന്ന ഇത് തീർച്ചയായിട്ടും ഗുരുവിന്റെ അങ്കണമാണ്. അപ്പൊ ഗുരുവിന്റെ ആംഗണത്തെ പറ്റിയുള്ള പാട്ട് വാരി ജാവൂരെ. ധ്യാനമൂലം ഗുരുമൂർത്തി, പൂജാമൂലം ഗുരുപദം, മന്ത്രമൂലം ഗുരുവാക്യം, മോക്ഷമൂലം ഗുരുകൃപാ. വാരി ജാവൂരെ ബലിഹാരി ജാവൂരെ, മര സത്ഗുരു ആംഗനായാ में वारी जाऊरे, मर दिल गुरु आंगनाया में वारी जाऊरे. वारी जाऊरे बलिहारी जाऊरे, मर सतगुरु आंगनाया में वारी जाऊरे. मर दिल गुरु आंगनाया में वारी जाऊरे. सतगुरु आंगन आया, गंगा गोमती लाया, मर सतगुरु आंगन आया रे आया, गंगा गोमती लाया, मर निर्मल हो गई काया में वारी जाऊं रे. मर निर्मल हो गई काया में वारी जाऊं रे. वारी जाऊं रे बलिहारी जाऊं रे, मर सतगुरु आंगन आया मैं वारी जाऊं रे. सतगुरु दर्शन दिना बागुदय हो कीना, मर करम भरम सब छीना मैं वारी जाऊं रे. मर करम भरम सब छीना मैं वारी जाऊं रे. वारी जाऊं रे बलिहारी जाऊं रे, मर सतगुरु आंगन आया, मर दिल गुरु आंगन आया मैं वारी जाऊं रे. सब सखी मिलकर हालो केसर तिलक लगाओ, सब सखी मिलकर हालो रे हालो केसर तिलक लगाओ. खड़े हेत सुने ओ बताए मैं वारी जाऊं रे. वारी जाऊं रे बलिहारी जाऊं रे, मर सतगुरु आंगन आया मैं वारी जाऊं रे. दास नरांज से गायो चरणम शीस नमायो, मर सतगुरु पार उतारी मैं वारी जाऊं रे. वारी जाऊं रे बलिहारी जाऊं रे, मर सतगुरु आंगन आया, मर दिल गुरु
गुरु आंगन आया मैं वारी जाऊं रे, मैं वारी जाऊं रे. അങ്ങനെയുള്ള ഗുരുവിന് എത്ര 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 വന്ദനം പറഞ്ഞാലാണ് മതിയാവുക, എത്ര നമസ്കാരം പറഞ്ഞാലാണ് മതിയാവുക. ഈ പാട്ടില് പറയുന്നത് ലക്ഷം ലക്ഷം ഞാൻ നമസ്കരിക്കുകയാണ് ഗുരു. കബീർ സാഹിബ് ഒരു പാട്ടിൽ പറയുന്നുണ്ട്, അതായത് ദാതാവായിട്ടുള്ളത് അവൻ മാത്രമാണ്, ഗുരു മാത്രമായിട്ട് ആണുള്ളത്. ബാക്കി എല്ലാവരുടെ കൈയും, രാജാവായിക്കോട്ടെ ബാദുഷയാകട്ടെ ആരാവട്ടെ, എല്ലാവരുടെ കൈയും നീട്ടിയിട്ട് തന്നെയാണുള്ളത്. ആ തരുന്നത്, ഇന്ന് രാവിലെ ഗുരുവിന്റെ പ്രവചനത്തിൽ പറഞ്ഞതുപോലെ ധീരനായിട്ടുള്ളത് അവൻ മാത്രമാണ്, അവൻ മാത്രമാണ് എടുത്തു തരുന്നത്. അപ്പൊ ആ ഗുരുവിന് ഞാൻ ലക്ഷം 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 നമസ്കാരം പറയാണ്. എന്റെ അജ്ഞാനിയായിട്ടുള്ള എനിക്ക് എന്റെ കണ്ണുകളിൽ വെളിച്ചം പകർന്നത് ആ ഗുരു. മുങ്ങി മുങ്ങി പോകുമായിരുന്നു ഞാന്, അപ്പോഴാണ് ഗുരു കൈ തന്നത്. അപ്പൊ ഇനി ഗുരുവിന്റെ പേര് കൊണ്ട് എന്നെ അലങ്കരിക്ക്. അതേപോലെ ഒരുപാട് അലഞ്ഞാണ് ഞാൻ ഇവിടെ ഗുരുവിന്റെ മുമ്പിൽ എത്തിയത്. ഇനി എന്റെ അലച്ചില് മതിയാക്കിത്താ. അവസാനം അദ്ദേഹം പറയണത് എന്താ വെച്ചാല്, എല്ലാം ഈ വന്നു പോകുന്നതാണ്. നമ്മൾ ജനിക്കണു, നമ്മൾ മരിക്കണു, സ്നേഹം വരുന്നു, സ്നേഹം പോണു, സന്തോഷം വരുന്നു, സന്തോഷം പോണു. ഈ വന്നു പോകലുകളിൽ നിന്ന് എന്നെ മോചിതനാക്കി താ ഗുരു എന്നാണ് ഈ പ്രാർത്ഥന. ഗുരു ആരാണെന്ന് കബീർ സാഹിബിന്റെ പാട്ടുകൾ പാടുമ്പം ആ പ്രദേശങ്ങളില് അദ്ദേഹത്തിന്റെ തന്നെ 2 വരി ദോഹകളുണ്ട്. അതിന് സാക്ഷി എന്നാ പറയാ, സാക്ഷി എന്നുള്ള അർത്ഥത്തില് ദോഹകള്. അതില് ഗുരു ആരാന്ന് പറയാണ്, സബുഘട്ട് മേരാ സായിയ സൂനി സേജന കോയി. അതായത് എല്ലാവരിലും സായി ഉണ്ട്, ശൂന്യമായിട്ട് ഒരിടം പോലും ഇല്ല. പക്ഷെ ആരാണോ അവനെ വെളിപ്പെടുത്താനാവുന്നത്, ആർക്കാണോ അവനെ വെളിപ്പെടുത്താനാവുന്നത്, അങ്ങനെ ജീവിക്കാനാവുന്നത്, അവന്റെ മുമ്പിൽ ഞാൻ നമസ്കരിക്കുന്നു. बलिहारी वो घाट की वो घट पर घट होई. लाख लाख वंदन तमने कोटि कोटि वंदन गुरु गुण का सागर तमने. लाख लाख वंदन गुरु गुण का सागर तुमने. लाख लाख लख हो 84 गुरु जी भटकी ने आयो. लख हो 84 में गुरु जी भटकी ने आयो. अब की 84 गुरु जी, अब की 84 गुरु जी छुड़ाई हो दीजो. गुरु गुण का सागर तुमने. लाख लाख
लाख वंदन गुरु गुण का सागर तुमने लाख लाख वंदन लाख लाख वंदन तुमने कोटि कोटि वंदन गुरु गुण का सागर तुमने लाख लाख वंदन गुरु गुण का सागर तुमने लाख लाख वंदन डूबत डूबत हो गुरु जी अपने बचाया डूबत डूबत हो गुरु जी अपने बचाया अब की जीवन हो गुरु जी अब की जीवन हो गुरु जी सवारी हो दीजो गुरु गुण का सागर तुमने लाख लाख वंदन गुरु गुण का सागर तुमने लाख लाख वंदन लाख लाख वंदन तुमने कोटि कोटि वंदन गुरु गुण का सागर तुमने लाख लाख वंदन गुरु गुण का सागर तुमने लाख लाख वंदन गुरु गुण का सागर तुमने लाख लाख वंदन ഇതേപോലെ ഗുരുവിനെ കുറിച്ചുള്ള പാട്ട് പാടിയിട്ടാണ് എല്ലാ ഇങ്ങനത്തെ ഗുരുവാണി പാടുന്ന ഇടങ്ങളിലൊക്കെ നമ്മൾ ആദ്യം ഗുരുവിനെ കുറിച്ചുള്ള പാട്ട് പാടിയിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ ഇത് ഇനി പാടുന്ന പാട്ട് ബാവുളിന്റെ മണ്ണിൽ നിന്ന്, ബംഗാളിന്റെ മണ്ണിൽ നിന്നുള്ള ഗുരുവിനെ കുറിച്ചുള്ള ഒരു പാട്ടാണ്. ബാവുൾ എന്നാല് ഈ പാട്ടുകളെ സ്വന്തം ദേഹത്തില്, സ്വന്തം ശരീരത്തില്, ഒരു പുസ്തകത്തിൽ പോലുമല്ല, സ്വന്തം രക്തത്തിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ചുമക്കുന്ന ആളാണ് ബാവുൾ. അതിന്റെ നമ്മളിപ്പം ഓരോ കൊറോണയൊക്കെ വരുമ്പോ അതിന്റെ കാരിയർ ആവുന്നില്ലേ നമ്മൾ ആ വൈറസിന്റെ, അതുപോലെ ഈ പാട്ടുകളുടെ ഈ അറിവിന്റെ കാരിയേഴ്സ് ആവുന്ന ആളുകളാണ് ബാവുൾ. ഇപ്പൊ നിങ്ങളിപ്പോഴും ബംഗാളിൽ ഇപ്പോഴും വളരെ സജീവമായിട്ടുള്ള ഒരു പാരമ്പര്യമാണ് ബാവുളിൻ്റെത്. ട്രെയിനുകളിലോ റോഡ് തെരുവുകളിലോ വീടുകളുടെ മുന്നിലോ ഒക്കെ ബാവുളുകൾ തന്റെ പാട്ടുകളായിട്ട് വരാറുണ്ട്. അപ്പൊ വളരെ തിരക്കിട്ട ഈ ജീവിതത്തിന്റെ ഇടയിൽ നമ്മൾ നമ്മുടെ ഓരോരുത്തരുടെയും തിരക്കുകളുടെ ഉള്ളിലായിരിക്കും. അപ്പോൾ ഉള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഗുരുവിന്റെ വാക്ക് ചുമന്നുകൊണ്ട് അതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ബാവുള് പാടിക്കൊണ്ടേയിരിക്കുന്നു. ഈ പാട്ടില് ഗുരു അമ്മായി കൊറോ കൊറൂണ എന്നാണ് പാടുന്നത്. ഇത് ഭോബാ പഗല എന്ന ഗുരുവിന്റെ കൃതിയാണ്. ഭോബാ പഗല എന്നാണ് സ്വന്തം വിളിക്കുന്നത് അദ്ദേഹം. പഗല എന്ന് പറഞ്ഞാൽ ഭ്രാന്തുള്ള ആള്. ഭോബാ സ്വയം വിളിക്കുകയാണ് ഭോബാ പഗല. അപ്പം ഭോബാ പാടുന്നത് ഗുരു അമ്മായി കൊറോ കൊറൂണ, ഗുരു എന്നോട് കരുണ ചെയ്യൂ ഗുരു എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പാട്ടാണ്. എല്ലാം എല്ലാം നീയാകുന്നു, എല്ലാ പൂജയും എല്ലാ വിധികളും ഗംഗയും യമുനയും കൃഷ്ണനും ശിവനും നിന്നിൽ അടങ്ങാത്തതായിട്ട് ഒന്നുമില്ല ഗുരു എന്ന് പറയുന്നു. വഴി അറിയാത്തവന് നീ വഴിയായി വിളങ്ങുന്നു. അവസാനം ഭോബ പറയുന്ന ഇതാണ്, അതായത് ഭോബയ്ക്ക് എല്ലാരും ഗുരുവാണ്, പക്ഷെ അത് അറിയുന്നവന് അത് പറയാനാകുന്നില്ല, അത് പറയാനാവാത്ത ഒന്നായിട്ട് ഇരിക്കുകയാണ്. ഗുരു അമ്മായി കൊറോ കരുണ, ഗുരു അമ്മായി കൊറോ കരുണ, ഗുരു അമ്മായി കൊറോ കരുണ, ഗുരു അമ്മായി
അങ്ങനെയുള്ള ഗുരുവിന്റെ നോട്ടം ഇല്ലെങ്കിൽ, അങ്ങനെയുള്ള ഗുരുവിന്റെ സ്പർശം ഇല്ലെങ്കിൽ എനിക്ക് ജീവൻ തന്നെ വേണ്ടാന്ന് പാടുവാണ്. ഇത് ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു കൃതിയാണ്. അത് ഞാൻ പാടുന്നത്. എനിക്ക് ഇനി എനിക്ക് വയ്യ, ഇനി എനിക്ക് നീ ഇല്ലാതെ, ഗുരു ഇല്ലാതെ എനിക്കിനി ഈ ജീവൻ ഇനി തുടരണമെന്നില്ല എന്ന് പറയുന്നു. പ്രാൺ തൊബുന രാഖി പോനായി. അപ്പൊ എനിക്ക് ഈ പ്രാണൻ തന്നെ ഇനി വേണമെന്നില്ല. എത്ര കാലമായി ഒരു കുളത്തില് മീൻ എന്ന പോലെ വട്ടം 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 പോയിക്കൊണ്ടിരിക്കുകയാണ്, ചുറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഇത് ബംഗാളിൽ തന്നെ പല പ്രദേശങ്ങളിൽ നിന്നുള്ള പാട്ടുകൾക്ക് വ്യത്യസ്തതകൾ ഉണ്ട്, ഭൂപ്രകൃതി അനുസരിച്ച്, അവിടുത്തെ താളങ്ങൾ അനുസരിച്ചൊക്കെ. ഇത് ബംഗ്ലാദേശിലെ ഭട്ടിയാലി എന്ന് പറയും, ഭട്ടിയാലി ശൈലിയിലുള്ള പാട്ടാണ്. അപ്പൊ ബംഗ്ലാദേശ് ഒത്തിരി വെള്ളമുള്ള പ്രദേശമാണ്. അപ്പൊ വെള്ളം കയറുന്ന സമയത്ത് തുഴയാണ് അത്രേ തോണിയിലുള്ള ആളുകള്. പക്ഷെ ആ വെള്ളം ഇറക്കത്തിന്റെ സമയത്ത് തുഴയാതെ തോണിയിലിരിക്കാം. അപ്പൊ ആ സമയത്ത് തുഴ വിട്ടിട്ട് പാട്ട് പാടാം. അപ്പൊ ആ വെള്ളത്തിൽ ഇരുന്നു കൊണ്ടുള്ള പാട്ടുകളിൽ ഒന്നാണ് ഈ ഭട്ടിയാലി പാട്ട്. দয়াল মুর্শিদ চান দিলে, দয়াল গুরু ধন দিলে, প্রাণ তবু না রাখিব রে, প্রাণ তবু না রাখিব রে, দয়াল মুর্শিদ চান দিলে, দয়াল গুরু ধন দিলে, প্রাণ তবু না রাখিব রে। মিথুরা পুকুরের মিল যেমন বাসে রাত্রি দিন, যেমন বাসে রাত্রি দিন, সেই মতো বাসে কত কালো রে, প্রাণ তবু না রাখিব রে। অধীন পরশ ভক্তি শুন, গুরু পদে তার মন, গুরু বিনে ভক্তি নায়ক কালো রে, প্রাণ তবু না রাখিব রে, দয়াল মুর্শিদ চান দিলে, দয়াল গুরু ধন বিনে, প্রাণ তবু না রাখিব, প্রাণ তবু না রাখিব রে, প্রাণ তবু না রাখিব রে।
ഈ ഓരോ പാട്ടുകളും നമ്മളെ ക്ഷണിക്കുന്നത് ഈ മൗനത്തിലേക്കാണ്. അതാണ് ഗുരുവിന്റെ വാക്കും ഈ പാട്ടുകളും ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് തിരിയാനും ആ മൗനത്തിലേക്ക് അടങ്ങാനുമായിട്ടാണ് ക്ഷണിക്കുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് തന്നെയുള്ള ലാലോൻ ഫക്കീർ എന്ന് പറയും. ലാലോൻ ഷായിന്റെ ഒരു കൃതിയാണ് അടുത്തത് പാടുന്നത്. ലാലോൻ ഷായി സത്യത്തില് ഗുരുദേവന്റെ അതേ സമകാലീനായിട്ട് ജീവിച്ച ഗുരുവാണ്. അദ്ദേഹം തന്റെ പാട്ടുകളിലൂടെ ഈ ജാതിയുടെ, മതത്തിന്റെ, വർണ്ണഭേദങ്ങളുടെ ഒക്കെ അപ്പുറത്തേക്ക് നമുക്ക് നോക്കാൻ പറ്റുമോ, ആളുകൾക്ക് നോക്കാൻ പറ്റുമോ എന്നിങ്ങനെ സദാ ചോദിച്ചുകൊണ്ടേയിരുന്നു. അതിലെന്താണ് ഇതിന് ഓരോ കാര്യം എടുത്തിട്ട് ലാലന്റെ ജാതി ഏതാന്ന് ചോദിച്ചാൽ ലാലൻ പറയും എന്താ അതെന്ന് ചോദിക്കും തിരിച്ച്. അത് ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ, അപ്പൊ അത് എന്തായിരുന്നു എന്ന് ലാലൻ ചോദിക്കും. അപ്പൊ അങ്ങനെയുള്ള ലാലനാണ് ബാവുളില് മോനേർ മാനുഷ് എന്നുള്ള ഒരു സങ്കല്പം, മാൻ ഓഫ് ദ ഹാർട്ട്, എല്ലാരിലും വിരാജിക്കുന്ന ആ ചൈതന്യം, എല്ലാരിലും കുടികൊള്ളുന്ന ഒന്നായിട്ടുള്ള അവനെ കുറിച്ച് പാടാൻ തുടങ്ങിയത്. ഈ കൃതിയില് ലാലൻ പറയാണ്, ചിലര് അള്ളാന്ന് വിളിക്കണു, ചിലര് ഹരിന്ന് വിളിക്കണു, ചിലര് ഭഗവാനേന്ന് വിളിക്കണു. പക്ഷെ വാസ്തവത്തില് എന്താന്ന് വെച്ചാൽ നമുക്ക് സാധാരണ ഒരു വാക്ക് അതിന്റെ രുചി എന്താണെന്ന് അറിയാം, അല്ലെങ്കിൽ അതിന്റെ നിറം എന്താണെന്ന് അറിയാം, അത് സൂചിപ്പിക്കുന്ന എന്തിനെയാണെന്ന് നമുക്കറിയാം അല്ലേ. അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും ധാരണയുണ്ട്. പക്ഷെ ഇവിടെ ഈ വാക്ക് എന്തിനെയാ സൂചിപ്പിക്കുന്നത്? നിങ്ങൾക്ക് അതിന്റെ രുചി അറിയോ? നിങ്ങൾക്ക് അതിന്റെ മണം അറിയോ? നിങ്ങളത് എന്താണെന്നാണ് അറിഞ്ഞിട്ടുള്ളത് എന്ന് ലാലൻ ചോദിക്കുകയാണ്. എപ്പോഴാണോ ഞാൻ എന്നില് പൂർണ്ണമായിട്ട് ഒന്നാകുന്നത്, ഫനയാകുന്നത്, അപ്പം മാത്രമേ ആ വാക്ക് എന്തായിരുന്നു, അതിന്റെ രുചി എങ്ങനെയായിരുന്നു, അതിന്റെ അനുഭവം എങ്ങനെയായിരുന്നു നമ്മൾ അറിയുന്നുള്ളൂ എന്ന് ലാലൻ പറയാം. ബാക്കിയെല്ലാം ഈ നമ്മൾ ചെയ്യുന്ന പൂജയാകട്ടെ, നമ്മൾ ചെയ്യുന്ന ചടങ്ങുകളാവട്ടെ, നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകളാവട്ടെ, ഇതെല്ലാം ഒരു കുട്ടിക്കളി പോലെ തോന്നുവാണ് ലാലൻ പറയുന്നു. ഈ ജ്ഞാനേന്ദ്രിയങ്ങൾക്കോ ഈ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കോ ഒന്നും അതിനേലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല, ആ വാക്കിന്റെ അർത്ഥത്തിലേക്ക് എത്തിക്കാനാവുന്നില്ല. അപ്പം ആ പാട്ടാണിത്. चिंता
ഷഹനായുടെ അനുഭവത്തെ പറ്റി കബീർ സാഹിബ് പാടുന്നത് തൂക്കാത്തു എന്നാണ്. യു ഒള്ളി യു, നിന്നെ മാത്രം ഞാൻ കാണുകയാണ്. ഇതെന്തൊരു അത്ഭുതമാണെന്നറിയില്ല, ഞാൻ നിന്നെ മാത്രം കാണുന്നു. എല്ലായിടത്തും ചെടിയിലും മരത്തിലും പൂവിലും പുല്ലിലും നിന്നെ കാണുന്നു. കളവ് ചെയ്ത് ഓടുന്നത് നീ തന്നെ, പിടിക്കാനായി പുറകെ ഓടുന്നത് നീ തന്നെ. ഒരാനയിൽ നീ ഇരിക്കുന്നു, ഒരു ഉറുമ്പിൽ നീ ഇരിക്കുന്നു, ആനപ്പാപ്പാനായിട്ട് മേലെയും നീ ഇരിക്കുന്നു. ഭിക്ഷയ്ക്കായിട്ട് കാത്തു നിൽക്കുന്നത് നീ തന്നെ, ദാനവനായിട്ട് കൊടുക്കുന്നതും നീ തന്നെ. ഒരു ഉണ്ണിയായിട്ട് കരയണതും നീ തന്നെ, ഓടി വന്ന് കരച്ചില് മാറ്റണതും നീ തന്നെ. എങ്ങനെയാണ് ആളുകൾ ഇങ്ങനെ സ്ത്രീ പുരുഷൻ എന്നൊക്കെ വേർതിരിക്കണേന്ന് എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. ഞാന് എല്ലായിടത്തും തൂക്കാത്തു, നിന്നെ മാത്രം കാണുന്നു. യു ഒള്ളി യു. അപ്പൊ ഇതിനു മുമ്പുള്ള ഒരു സാക്ഷിയില് കബീർ സാഹിബ് പറഞ്ഞിരിക്കുന്നത്, എല്ലാവരിലും എല്ലാരിലും നീ വിളങ്ങണം. പക്ഷെ എങ്ങനെയാണോ ഈ മൈലാഞ്ചി ഇലയിൽ ചുമപ്പ് മറഞ്ഞിരിക്കുന്നത്, അതുപോലെ നീ മറഞ്ഞിരിക്കണം എല്ലാരിലും. എങ്ങനെയാണോ എള്ളിൽ എണ്ണ പോലെ, വിറകില് തീ പോലെ, നീ എല്ലാരിലും നിറഞ്ഞ് എന്നാൽ മറഞ്ഞിരിക്കുന്നു. ജോ തിൽ മഹി തേൽ ഹേ ജോ ചക്മക് മേ ആഗ്, तेरा साई तुझ में है, जाग सके तो जाग. इनका भेद बता मेरे अवधू, अच्छी करनी कर ले तू, डाली फूल जगत के माही, जहरे कुआ तू का तू. इनका भेद बता मेरे अवधू, अच्छी करनी कर ले तू, डाली फूल जगत के माही, जहरे कुआ तू का तू. तू का तू पाड़ो നിങ്ങൾ. जहरे कुआ तू का तू. हाथी में हाथी बन बैठे, चींटी में है छोटो तू, होए महावत ऊपर बैठे हांकन वाला. क्या कहता है तू का तू. हाथी में हाथी बन बैठो, चींटी में है छोटो तू, हुए महावत ऊपर बैठे हांकन वाला. हाँ, चोरों के संग चोरी करता, बदमाशों में भेड़ो तू, चोरी करके तू भग जावे पकड़ने वाला. दाता के संग दाता बन जा, भिखारी में भेड़ो तू, मांगतो होकर मांगने लागे देने वाला. नर नारी में एक विराजे, दो दुनिया में दिसे क्यों, बालक होकर रोवन लागे राखन वाला. तू का तू. जब जी में तू ही विराजे, जहरे कुआ तू का तू, कहे कबीर सुनो वैसा दो, गुरु मिला है जो का त्यो. इनका भेद बता मेरे अवधू, अच्छी करनी कर ले तू, ढाली फूल जगत के माही, जहरे कुआ जहरे कुआ जहरे कुआ. ഇപ്പം നമ്മള് ഗുരുവിനോട് പോയിട്ട് ഇപ്പൊ പറയാണ്, നമുക്ക് ഈ അനുഭവം നമുക്കിത് വളരെ ദൂരെയായിട്ട് തോന്നുകയാണ്, അല്ലെങ്കിൽ എനിക്കിത് അറിയാനാവുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഗുരു ചിരിക്കും അല്ലേ. ഉള്ളിലും പുറത്തും സദാ നിറഞ്ഞു നിൽക്കുന്ന, അതാണ് നമുക്ക് അറിയാൻ പറ്റാത്തതെന്നാണ് നമ്മൾ പരാതി പറയുന്നത്. അതേപോലെ കബീർ സാഹിബ് ഈ പാട്ടിൽ പറയുവാണ്, മൊഹെ സുൻ സുൻ ആവേ ഹാസി, സന്തോ പാനി മേ മീൻ പ്യാസി. അത് കേട്ട് കേട്ട് എനിക്ക് ചിരി വരുന്നു. ഇതാ വെള്ളത്തിലുള്ള മീനാണ് പറയുന്നത്, എനിക്ക് ദാഹിക്കുന്നു. അപ്പൊ എങ്ങനെയാണോ മാന് തന്റെ ഉള്ളിൽ നിന്നാണ് ആ മണം, ആ കസ്തൂരിന്റെ സുഗന്ധം ഉണ്ടാകുന്നതെന്ന് അറിയാതെ കാട് മുഴുവൻ അലയണത് പോലെ നമ്മള് ജനനം മുതൽ മരണം വരെ ഈ ലോകം മുഴുവൻ അലഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്.
അപ്പൊ ആരാണോ അത് അറിയണത് അവനാണ് ആ ജലത്തിനു നടുവിലെ ആ താമരപ്പൂവില് വണ്ട് പോലെ അമർന്നിരുന്ന് ആ മധു ഉണ്ണാനുള്ള അനുഗ്രഹം ഉണ്ടാവുന്നത്. ആരുടെങ്കിലും അടുത്ത് നമ്മൾ ചെന്നിട്ട് പറയാണ്, അവര് പറയാണ് നിങ്ങൾക്കിത് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടേണ്ടി വരും, ഒരുപാട് വർഷം വേണ്ടി വരും അവിടേക്ക് എത്താൻ, അല്ലെങ്കിൽ ഒത്തിരി ഒത്തിരി ദൂരെയാണ് അതെന്ന് പറയുവാണെങ്കിൽ അത്രയും നിരാശയുള്ള വേറൊരു വാക്കില്ല. കാരണം നമ്മുടെ ഹൃദയത്തിലുള്ളതാണ് ദൂരെയാണെന്ന് ആരോ നമ്മളോട് പറയണത്. പക്ഷെ കബീർ സാഹിബ് പറയാണ്, ഗുരു ഇല്ലാതെ ആ അലച്ചില് ഒടുങ്ങുകയില്ല. മോഹേ സുന സുന ആവേ ഹാസി സംതോ പാനി മേ नींद प्यासी मोहे सुन सुन आवे हासी संतो पानी में नींद प्यासी आत्मज्ञान बिना नर भटके कोई मधुरा कोई काशी जैसे मिर्गा नाभि कस्तूरी जैसे मिर्गा नाभि कस्तूरी बाला बाला फिरत उदासी संतो पानी में मीन पियासी मोहे सुन सुन आवे हासी संतो पानी में मीन प्यासी जल बिछे कमल कमल बिछे कलिया जा पर भंवर निवासी जो साहेब तेरा घट में विराजे परम पुरुष अविनाशी संतो पानी में मीन प्यासी मोहे सुन सुन आवे हासी संतो पानी में नीन प्यासी है हाजिर कोई दूर बतावे दूर की बात निराशी कहता कबीरा सुनो रे भाई साधो गुरु बिना भरम न जासी संतो पानी में नीन प्यासी मोहे सुन सुन आवे हासी संतो पानी में नीन प्यासी संतो पानी में नीन प्यासी മുത്തു കണ്ടാടു പാമ്പേ ആടു പാമ്പേ പുനം തേടു പാമ്പേ
നിജമല്ല ദേഹിയൊരുവനെ ദേഹത്തിലുണ്ടറിഞ്ഞിടു പാമ്പേ ദേഹം നിജമല്ല ദേഹിയൊരുവനെ ദേഹത്തിലുണ്ടറിഞ്ഞിടു പാമ്പേ നാടും നഗരവും ഒന്നായി നാവിൽ നിന്നാട് നിന്നാമം ആട് നിന്നാമം ആട് നിന്നാമോദിടു പാമ്പേ ദേഹവും ദേഹിയും ഒന്നായിടുങ്ങിടു മേദനുമുണ്ടറിഞ്ഞിടു പാമ്പേ പേരിങ്ങലിന്നു പെരുവിളി എന്നല്ല പാരാതി തോന്നി എന്നാടു പാമ്പേ ചേർന്നു നിൽക്കുമ്പോഴുളെല്ലാം ചെന്നാരോടു നേർന്നു പോമാറു നിന്നാടു പാമ്പേ ആടു പാമ്പേ പുനം തേടു പാമ്പേ അരുളാനന്ദ കൂത്തു കണ്ടാടു പാമ്പേ ആടു പാമ്പേ പുനം തേടു പാമ്പേ അരുളാനന്ദ കൂത്തു കണ്ടാടു പാമ്പേ തിങ്കളും കൊന്നയും ചൂടുമീശൻ പദ പങ്കജം ചേർന്നു നിന്നാടു പാമ്പേ വെണ്ണീരണിഞ്ഞ് വിളങ്ങും തിരുമേനി കണ്ണീരൊഴുക കണ്ടാടു പാമ്പേ ആയിരം കോടി അനന്തൻ നിയാനമായിരവും തുറന്നാടു പാമ്പേ ആടു പാമ്പേ ആടു പാമ്പേ ആടു പാമ്പേ ഗുണം തേടു പാമ്പേ അരുളാനന്ദ കൂത്തു കണ്ടാടു പാമ്പേ അരുളാനന്ദ കൂത്തു കണ്ടാടു പാമ്പേ. ുമ്പം മാഷിയുടെ അമ്മ കൂടെ താമസിച്ചിരുന്നു. അപ്പം പണ്ട് കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ വീട്ടിലുണ്ടായിരുന്നപ്പം മാഷിക്ക് അപ്പളം വലിയ ഇഷ്ടമായിരുന്നു. അപ്പം അമ്മ അവിടെയാണെങ്കിൽ വെറും കഞ്ഞിയും ഉപ്പും മാത്രമുള്ള ഭക്ഷണമൊക്കെയായിരുന്നു അവർ സ്കന്ധാശ്രമത്തിൽ. അപ്പം അമ്മ ഈ മാഷിക്ക് വേണ്ടിയിട്ട് അപ്പളം ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും സംഘടിപ്പിക്കും. എന്നിട്ട് അപ്പളം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പം അന്ന് അമ്മയ്ക്ക് ഒരു പാട്ട് എഴുതിയതാണ് മഹർഷി മറ്റൊരപ്പളത്തിനെ പറ്റി. അത് വിശദാക്കാൻ അറിയില്ലാത്തത് കൊണ്ട് ഞാൻ പാടുക മാത്രം ചെയ്യാണ്.
Até sábado nasce tire apalamitte pare മൗനമുദ്രയാകും മുടിവില്ല പാത്രത്തിൽ ജ്ഞാനാഗ്നിയാൽ കായുന്ന ബ്രഹ്മനെയ്യതിൽ നാനതു ആകവേ നാളും പൊരീത്ത് താനേ താനാക ഭുജിക്ക തന്മയാപ്പളമിട്ട് പാര് അതേ സാവിടു നാസയായി തീര് അപ്പളമിട്ട് പാര്. സാഗമധനി ക്രിസ്മസ് പാട്ട് പാടിക്കൊണ്ട് അവസാനിപ്പിക്കാം. ആദ്യം പാടുന്നത് ഇംഗ്ലീഷിലുള്ള ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കുറച്ച് വരികളാണ്. അതിനോടൊപ്പം പാടുന്നത് എൻ്റെ അപ്പ എഴുതിയൊരു മലയാളത്തിലുള്ളൊരു ക്രിസ്മസ് കരോളാണ്. അതെ, KJ ബേബി. ദൈവത്തെ സമയമില്ല, ഇത് പാടിക്കോളൂ. പാടാം നമുക്ക് നാടാം നമുക്ക് നുണ്ണി പിറന്നൊരു ദിനമല്ലോ ഉള്ളിന്നുറവിൽ സ്നേഹച്ചൂടിൽ ഉണ്ണി കിട
അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല. ആസ്വാദനം പറയണമെങ്കിൽ 1/2 മണിക്കൂർ പറയണം.